ഈ ദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന യേശുവേ 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 യേശുവേ. നോമ്പിൻ്റെ 6-ാം ദിനമായി ഇന്ന് ഈ ദിവ്യാനാരാധനയും പങ്കുചേരുന്ന എല്ലാ മക്കളിലേക്കും ദൈവമേ തിരുവസ്വരൂപ വലിയ സന്തോഷവും ആനന്ദവും സമാധാനവും ഭക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം. സന്തോഷിക്കാൻ സാധിക്കാതെ ആനന്ദിക്കാൻ സാധിക്കാതെ ഓരോരോ കാര്യങ്ങളെ കുറിച്ചോർത്ത് വ്യഗ്രതയിൽ ജീവിക്കുന്ന ദൈവമക്കൾ, ഭാരപ്പെട്ട് ജീവിക്കുന്നവർ, ഏകാഗ്രത ഇല്ലാതെ കഴിയുന്നവർ, എന്നും കണ്ണുനീരും നൊമ്പരുമായി കഴിയുന്ന മക്കളെ ദൈവമേ ഈ സമയം ഈശോയുടെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈശോ ഈ ഒരു വ്യക്തിയെയും ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു മകൻ മകളായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ സാധിക്കാത്ത മേഖലയുണ്ട്. നാം ഇന്ന് ദുഃഖത്തിൽ കഴിയുന്ന ഒരു ജീവിതമാണ്. നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും ദുഃഖവും നൊമ്പരവും അസ്വസ്ഥതയുമാണ്. ഈ ഭാരം തിരുവസ്തുവിനായ ഈശോയെ ഈ സമയം എന്നിൽ നിന്ന്, ഞാനായിരിക്കുന്ന കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്നും പരിപൂർണമായി എടുത്തു മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ സ്പർശിക്കുന്ന സമയം. 6-ാം ദിനമായി ഇന്ന് ഈ ആരാധനയിൽ പ്രത്യേകമായ വചനത്തിന് അഭിഷേകം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41-42 തിരുവചനങ്ങളാണ്. തിരുവചനം ഇപ്രകാരം പറയുന്നു: മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി. ഓ ദൈവമേ, മറിയത്തിന് സാന്നിധ്യ സാമീപ്യം ലഭിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ മറിയം, ആ മറിയത്തിന് സാന്നിധ്യ സാമീപ്യം ലഭിച്ചപ്പോൾ എലിസബത്ത് പുണ്യവതിയും എലിസബത്തിന് ഉദരത്തിലൂടെ സ്നാപക യോഹന്നാനും സന്തോഷം കൊണ്ട് നിറഞ്ഞതുപോലെ ഈ 6-ാം ദിനമായി ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും, എല്ലാ കുടുംബങ്ങളും, വ്യക്തികളും, സമൂഹവും സന്തോഷം കൊണ്ട് നിറയപ്പെടാൻ തടസ്സം നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളും വിട്ടുപോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വരുന്ന അസ്വസ്ഥതകളെല്ലാം വിട്ടുപോകാൻ ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. സാധിക്കുന്ന ദൈവമക്കൾ ഈ സമയം മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ഈശോയെ കൃപയാ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആശീർവാദം സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 യേശുവേ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ജോസഫ്. ഞാൻ മടക്കത്താനത്ത് നിന്ന് വരുന്നു. എനിക്ക് ശ്വാസം മുട്ടലായിരുന്നു. ഒന്ന് സംസാരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നു. രാത്രി 7 മണിക്ക് ശേഷം ആശുപത്രിയിൽ പോയി 2 ഇഞ്ചക്ഷൻ എടുക്കുകയും ആവി പിടിക്കുകയും ചെയ്താൽ മാത്രമേ ശ്വാസം മുട്ട് മാറുകയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആഴ്ചയിൽ 4 ദിവസം വരെ ആശുപത്രിയിൽ പോകേണ്ടി വരുമായിരുന്നു. ഒരു തുണി കഴുകുവാനോ നല്ല രീതിയിൽ ഒന്ന് സംസാരിക്കാനോ കുഞ്ഞിനെ ഒന്ന് എടുക്കുവാനോ എനിക്ക് സാധിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരു ബ്രദറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ധ്യാനം കൂടുവാൻ തീരുമാനിച്ചു. അങ്ങനെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ഒട്ടും വിശ്വാസം ഇല്ലായിരുന്നിട്ട് കൂടിയും ഞാൻ ഏഴുമുട്ടം ധ്യാന കേന്ദ്രത്തിൽ വന്ന് ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ പങ്കെടുത്തു. ധ്യാനത്തിൻ്റെ ഇടയിൽ കാണിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ധ്യാനത്തിനിടയിൽ നടന്ന ആരാധനയുടെ സമയത്ത് എനിക്ക് ശ്വാസം മുട്ടൽ വളരെ പെട്ടെന്ന് കൂടുകയും ഇരിക്കുവാനോ നിൽക്കുവാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഒരു ദിവസം 4 തവണ ഇൻഹേലർ ഉപയോഗിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഞാൻ ഇൻഹേലർ റൂമിൽ വെച്ച് മറന്നുപോയിരുന്നു. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പതിയെ പതിയെ എൻ്റെ ശ്വാസമുട്ടൽ കുറയുകയും പൂർണ്ണമായി മാറുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ മരുന്ന് ഉപയോഗിച്ചിട്ട് 1 വർഷമായി. യാതൊരു കുഴപ്പവുമില്ല. എൻ്റെ അസുഖം പൂർണ്ണമായി മാറി. പരിശുദ്ധ താബോർ മാതാവ് വഴി ഈശോ നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ഈ ദിനം ഈശോയോടൊപ്പം